മംഗലാപുരത്ത് നിന്ന് കണ്ണൂരിലേക്കുള്ള യാത്രാപഥ്യത്തിൽ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റുന്ന മാച്ചാണ്. ഇതൊരു കർണാടക രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇതിൻ്റെ പിന്നിൽ രസകരമായിട്ടൊരു ഇത് എഴുതിയിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും വായിക്കാൻ പറ്റും തോന്നുന്നു. സൂചിപ്പിക്കുന്നത് വെച്ചാൽ ബ്ലൈൻഡ് സ്പോട്ടിനെ പറ്റിയാണ്. വലിയ വാഹനങ്ങൾക്ക് ഏകദേശം 65% ബ്ലൈൻഡ് സ്പോട്ടാണുള്ളത്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന നല്ലൊരു ഇൻഫർമേഷനാണ്. അതായത് ആ വലിയ വാഹനത്തിൻ്റെ കണ്ണാടിയിൽ കൂടി നിങ്ങൾക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഡ്രൈവറെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് നിങ്ങളെയും കാണാൻ പറ്റുന്നില്ല എന്നൊരു നല്ലൊരു ഇൻഫർമേഷനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഈ ചെറിയ വാഹനങ്ങൾ ഓടിച്ച് പോകുന്ന സമയത്ത് ഇതുപോലുള്ള വലിയ വാഹനങ്ങളുടെ പിന്നിൽ നമ്മൾ പെടാറുണ്ട്. പെട്ട സമയത്ത് നമ്മളിപ്പോൾ നിരന്തരം ഫോൺ മുഴക്കി അതിൻ്റെ പിന്നാലെ പോകുന്നതല്ലാതെ അവരുടെ നിന്ന് യാതൊരു റെസ്പോൺസും ഉണ്ടാവാറില്ല. അതിൽ ഭൂരിഭാഗവും നമ്മൾ ബ്ലൈൻഡ് സ്പോട്ടിൽ കൂടി യാത്ര ചെയ്യുന്നതിനാലായിരിക്കാം. ഇതുപോലുള്ള ബ്ലൈൻഡ് സ്പോട്ടുകൾ മനസ്സിലാക്കി ഓടിക്കുന്നത് നല്ലതായിരിക്കും. ഇടതുവശത്തൂടെയൊക്കെ ഓവർടേക്ക് ചെയ്ത് പോകുന്നത് കാണാറുണ്ട്. അതൊക്കെ ബ്ലൈൻഡ് സ്പോട്ടിൽ പെടുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നതിൽ ഈ മഞ്ഞ വരകളുള്ളതും എല്ലാം ബ്ലൈൻഡ് സ്പോട്ടിലുള്ളത്. വലിയ വാഹനങ്ങൾ ഏതുമായിക്കോട്ടെ, ഇപ്പോൾ ടാങ്കർ ലോറി ആയിക്കോട്ടെ, ലോറി ആയിക്കോട്ടെ, ഒരു ബസ് ആയിക്കോട്ടെ, സ്കൂൾ ബസ് ആയിക്കോട്ടെ, ബ്ലൈൻഡ് സ്പോട്ട് എല്ലാത്തിനും ബാധകമായിരിക്കും. ഈ ബ്ലൈൻഡ് സ്പോട്ടുകൾ മനസ്സിലാക്കി നമ്മൾ പോകുന്ന ഒരു വലിയ വാഹനത്തിനെ എങ്ങനെ മറികടക്കാമെന്നോ അതിൻ്റെ സൈഡിൽ കൂടി എങ്ങനെ യാത്ര ചെയ്യാമെന്നോ ഇതും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഡ്രൈവർക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 35% മാത്രമേ ഡ്രൈവർക്ക് വശങ്ങളിലായാലും പിന്നിലായാലും എല്ലാ ഭാഗത്തു നിന്നും കാണാൻ പറ്റുന്ന ഏരിയ ഉള്ളൂ. അപ്പോൾ അത് പിന്നിൽ നിന്നും സൈഡിൽ നിന്നും ഓവർടേക്ക് ചെയ്യുന്നവർക്കെല്ലാം ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള ഒരു നല്ലൊരു ഇൻഫർമേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ബ്ലൈൻഡ് സ്പോട്ട് എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാത്രം ഇട്ടതാണ്. പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ എല്ലാ വാഹനങ്ങളിലും ഇതുപോലൊരു ഇൻഫർമേഷൻ ഉള്ളൊരു വലിയ വാഹനങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ലൊരു ഇതായിരിക്കും. പലരും ചിന്തിക്കുന്നത് വെച്ചാൽ ഡ്രൈവർക്ക് എല്ലാ വശത്തും കാണാൻ പറ്റുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഓവർടേക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നൊക്കെ കരുതി പലരും ഇടതുവശത്തുകൂടിയൊക്കെ ഓവർടേക്ക് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. ചെറിയ വാഹനങ്ങൾ യൂസ് ചെയ്യുന്നവർക്ക് ഇത് നല്ലൊരു ഇൻഫർമേഷൻ ആയിരിക്കും. ഇങ്ങനെയുള്ള ബ്ലൈൻഡ് സ്പോട്ടുകൾ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കും.